മോഷണക്കേസുകളിലെ പ്രതികൾ നൽകുന്ന മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ പോലീസ് ജ്വല്ലറി ഉടമകളെ കള്ളന്മാരെ പോലെ ചിത്രീകരിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ. സ്വർണ്ണവിലയിൽ ഇടിവുണ്ടാകുമെന്ന ഭീതിയിൽ കുടുംബങ്ങൾ സ്വർണം വിറ്റഴിക്കുന്നത് വിപണി വിലയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് അസോസിയേഷൻ പറഞ്ഞു. മോഷ്ടാക്കളുടെ മൊഴിയെ മാത്രം അടിസ്ഥാനമാക്കി ജുവലറി ഉടമകളെ പീഡിപ്പിക്കുന്ന രീതിയാണ് പോലീസ് തുടരുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഒന്നിലധികം മോഷണങ്ങൾ നടത്തിയ പ്രതികൾ ഒരു കടയിലാണ് സ്വർണം വിറ്റതെന്ന് പറഞ്ഞാൽ ആ സ്റ്റേഷനിലെ മുൻകാല കേസുകളിലെ സ്വർണം മുഴുവൻ ഒരൊറ്റ വ്യാപാരിയിൽ നിന്ന് ഈടാക്കാൻ പോലീസ് ശ്രമിക്കുന്നു. കള്ളൻ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾ ബലിയാടാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളത് പറയുന്നത് ആ ചൂണ്ടിക്കാണിക്കുന്നത് ജെന്യുവിനിറ്റി പരിശോധിക്കണം. എത്രമാത്രം അത് സത്യമാണ് എന്നുള്ളത് പോലീസ് ആധുനിക മാർഗങ്ങൾ ഉപയോഗിച്ച് അവർക്ക് CCTV ഉണ്ടാവും, ഫോണിൻ്റെ ഫുട്ടേജ് പരിശോധിക്കാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കള്ളൻ ആ സമയത്ത് ഈ കടയായിട്ട് എന്തുള്ള ബന്ധം, ഇവിടെ കൊടുക്കാനുണ്ടായ കാരണങ്ങൾ, ഇതൊക്കെ നോക്കിയിട്ട് ഞങ്ങളാണെങ്കിൽ KYC ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അവരുടെ തന്നെ വെച്ചിട്ടായിരിക്കും അത് വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ, ജെന്യുവിനായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ. ഇനി അങ്ങനെയാണെങ്കിൽ അതോടൊപ്പം ഞങ്ങൾ പറയുന്നത് ഒരു കള്ളൻ സ്വർണം മോഷ്ടിച്ചു അവൻ വിറ്റു എന്ന് പറയുമ്പോൾ ആ ഫണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്തുണ്ടാവില്ലേ? ബില്ലോ തിരിച്ചറിയ രേഖയോ ഇല്ലാതെ അപരിചിതരിൽ നിന്ന് സ്വർണം വാങ്ങരുതെന്ന് അസോസിയേഷൻ വ്യാപാരികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജുവലറികളിൽ നിന്ന് സ്വർണം പിടിച്ചെടുക്കുമ്പോൾ പോലീസ് അവിടെ വെച്ച് തന്നെ മഹസർ തയ്യാറാക്കി അതിന്റെ പകർപ്പ് വ്യാപാരിക്ക് നൽകണം. പിടിച്ചെടുത്ത സ്വർണവും മഹസറും 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം. എന്നാൽ ഇവയൊന്നും പാലിക്കപ്പെടുന്നില്ല. ഇത് നമ്മളുടെ കയ്യിൽ നിന്ന് 100 ഗ്രാം റിക്കവർ ചെയ്താൽ 10 ഗ്രാം പോലും പോലീസ് കോടതിയിൽ ഹാജരാക്കത്തില്ല. ഇവിടെ 100 ടൺ സ്വർണം ഒരു വർഷം വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പങ്ക് റിക്കവറി ഇനത്തിൽ പോലീസ് റിക്കവർ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടെ ആലോചിക്കണം, ഈ ഹാബിച്വൽ ഒഫൻഡേഴ്സായ ഈ കള്ളന്മാർ ഒരിക്കലും കൊടുത്ത കട പറയത്തില്ല. അവൻ പറയുന്ന ചില ഒരു അടയാളങ്ങളുണ്ട്. തൊടലിട്ട കട, കറുത്ത പെയിന്റ് അടിച്ച കട, അല്ലെങ്കിൽ ഇന്ന ബോർഡുള്ള കട, ഇതേ പറയത്തുള്ളൂ. ആ കടയുടെ പേര് ഒരിക്കലും അവൻ ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. നമുക്ക് FIR കോപ്പി തരത്തില്ല. 5000-ലധികം സ്വർണ്ണ വെള്ളി വ്യാപാരികൾ പങ്കെടുക്കുന്ന സംസ്ഥാന കൺവെൻഷൻ ജൂലൈ ആദ്യവാരം അങ്കമാലിയിൽ വെച്ച് നടക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.